ഹോട്ടൽ മുറിയിലെത്തുന്ന ഹരിപ്രസാദും നന്ദനയും. ഭാവി ജീവിതത്തെക്കുറിച്ച് ഹരിപ്രസാദും നന്ദനയും സംസാരിക്കുന്നു. പ്രതിഭ നന്ദന മിസ്സായ വിവരം വിദ്യാഭാരതിയെ അറിയിക്കുന്നു. ഹരിപ്രസാദിനോട് രജിസ്റ്റർ മാരേജിനെ പറ്റി സംസാരിക്കുന്ന കൂട്ടുകാർ. നന്ദനയ്ക്കായി കരുതിയ താലിമാല കാണിക്കുന്ന ഹരിപ്രസാദ്. അവിടെ എത്തുന്ന പോലീസ് സംഘം. പ്രതാപവർമ്മയും രഘുനാഥവർമ്മയും തങ്ങളെ കുരുക്കിയതായി തിരിച്ചറിയുന്ന ഹരിപ്രസാദും നന്ദനയും. ഇനി തുടർന്ന് കാണുക. വണ്ടിയിലോട്ട് വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോ. രാവിലെ കോടതി ഹാജരാക്കാനുള്ളതാ. സാറേ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളാണോ തെറ്റ് ചെയ്തേ? അച്ഛനൊന്ന് വിളിച്ച് സംസാരിക്കാൻ സാറിന് ഫോണും തന്നാ മതി. സാറിന് അതിന്റെ ഗുണമുണ്ടാവും. ആ ഗുണം ഞങ്ങൾക്ക് വേണ്ട. അനാശാസ്യ പ്രവർത്തനത്തിന് പിടികൂടിയ പുള്ളികളാ. അടങ്ങിയിരുന്നോ ഒറ്റൊരെണ്ണം തന്നാലുണ്ടല്ലോ. കേസെടുത്ത ഞങ്ങളുടെ ജീവിതം തകരും സാർ. ഒക്കെ CI സാറിനോട് പറഞ്ഞാൽ മതി. പോയിരിക്കണം വണ്ടിയില്. ഇനി അടുത്ത നടപടിയിലേക്ക് കിടക്കാം. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? നിന്നോടാ ചോദിച്ചത്? നന്ദനെ ഞാനുമായി പണ്ടേ സ്നേഹത്തിലാ. സ്നേഹം? എനിക്ക് നിന്റെ ലവ് സ്റ്റോറി അല്ല കേൾക്കേണ്ടത്. മോഷണം തുടങ്ങിയിട്ട് എത്ര നാളായെന്നാ ചോദിച്ചത്? ഞാൻ മോഷ്ടിച്ചിട്ടില്ല സർ. എങ്കിൽ നീ പറ, എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? കോവിലകത്ത് നിന്ന് സ്വർണവും മറ്റ് സാധനങ്ങളും മോഷ്ടിക്കുന്ന കാര്യമാണ് ചോദിച്ചത്. എന്നിട്ട് അതെല്ലാം കാമുകനെ ഏൽപ്പിക്കുക. അയ്യോ സാർ, എന്തൊക്കെയാ പറയുന്നത്? അത്രക്കാരിയല്ല ഞാൻ. പിന്നെ നീ എത്ര കാര്യടി? മീനേ, എന്താടി സാറിനോട് തതല പറയുന്നു? വേണ്ട, നന്ദനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്നാ നിന്നെ ചെയ്യടാ. തൊണ്ടി സഹിതം പിടിച്ചതിന് കൂസലുണ്ടോ നോക്കവനെ. അത് ഞാൻ ശരിയാക്കുന്നുണ്ട്. പോട്ടെ സാറേ, അധികം ദേഹോപദ്രവൊന്നും വേണ്ട. മീനെ, പണ്ടോ പണായിട്ട് ഞങ്ങൾക്ക് കുറെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ പൊട്ടേന്ന് വെക്കാം. അതെ, ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരുന്നാ മതി. അതിനുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം. എന്താ ആവർത്തിക്കരുതെന്ന്? എന്നെ നന്ദനെ ചതിപ്പെടുത്തിയിട്ട് നിങ്ങളൊരുമാതിരി പുണ്യാളനാവും നോക്കുക. എന്തോ നാടാ ഇതൊക്കെ. ഇവനെ ഇങ്ങനെ ചോദ്യം ചെയ്താൽ പറ്റില്ല. ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യണം, എങ്കിലേ ശരിയാവും. പലതും തെളിയിക്കാനുണ്ട് എനിക്ക്. അത് ശരിയാ. ഒന്ന് മാറ്റി നിർത്തി ക്വസ്റ്റ്യൻ ചെയ്ത പലതും പറയും സാർ ഈ ചെക്കൻ. ഹരിയേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നു, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇവൻ പറയുന്നു. പിന്നാരാ? ഈ സാറാണോ തെറ്റ് ചെയ്തത്? സർ, നാളെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി. രജിസ്റ്റർ ഓഫീസിൽ അന്വേഷിച്ച സാറിന് സത്യം അറിയാലോ. അതിന് നേരം വിളിക്കണ്ടേ? അതിനു മുമ്പ് എനിക്ക് ചില നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. രജിസ്റ്റർ ഓഫീസിന് മുമ്പാ കോടതി. എളുപ്പവഴി നോക്കുന്നതല്ലേ മോളെ നല്ലത്? എന്തിനാ വെറുതെ രജിസ്റ്റർ ഓഫീസ് വരെ വണ്ടി ഓടിക്കുന്നത്? നീ വാ, അങ്ങ് അപ്പുറത്തേക്കിരിക്കാം. നമുക്കൊരു ഡിസ്കഷനുണ്ട്. അഭിനയ്, ഇവിടെ നോക്കിക്കോളാം. വാടാ വാടാ. ഹരിയേട്ട, ഹരിയേട്ട.
നീ എങ്ങോട്ടാ നോക്കുന്നത്? ഇവിടെ എങ്ങും നോക്കണ്ട. ഇവിടെ മുഴുവനും ഇപ്പൊ ഞങ്ങളുടെ അണ്ടറില്ല. ആട്ടെ, നീ ടെസ്റ്റ് എഴുതിയാണോടാ ഉദ്യോഗത്തിന് കയറിയത്? അതോ തന്തയോ തള്ളയോ ചത്ത വേക്കൻസിയിലോ? PC ടെസ്റ്റ് എഴുതിയിട്ടാ സർ. അപ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇങ്ങോട്ട് മര്യാദക്കാണെങ്കിൽ അങ്ങോട്ടും അങ്ങനെ. ഞാനൊരു മര്യാദകളും കാണിച്ചിട്ടില്ല സർ. പിന്നെ ഇവൻ എന്തോന്നാളിയത്? കോലോത്തെ കുട്ടിയെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നത് മര്യാദയുടെ അല്ലെന്നാണ് ഇവിടെ പറയുന്നത്. സിൻസിയറായിട്ടാണ് സാർ ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയാം. നേരത്തെ പറഞ്ഞതിന് ഒരു മാറ്റവും ഇല്ല. നന്ദനയ്ക്കും എനിക്കും പറയാൻ ഒരു കാര്യമുള്ളൂ. അതിനപ്പുറം ഒരു സത്യമില്ല. നാട്ടിൽ വെച്ച് കല്യാണം കഴിക്കാൻ ഇവരാരും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറപ്പെട്ടു വന്നത്. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. നന്ദന ഒന്നും മോഷ്ടിച്ചെന്നെ ഏൽപ്പിച്ചിട്ടുമില്ല. പിടിക്കപ്പെടുമ്പോ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അനാശാസ്യ പ്രവർത്തനത്തിന് തെളിവ് സഹിത സാറ് നിന്നെ പിടികൂടിയിരിക്കുന്നത് അത് മറക്കണ്ട നീ. എങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തണം സർ. ഇമ്മോറലായിട്ടൊന്നും നടന്നിട്ടില്ലെന്ന് അപ്പൊ തെളിയുമല്ലോ. സാറിന് ചട്ടം പഠിപ്പിക്കണ കണ്ടില്ലേ? ചക്ക, നീ എന്തൊക്കെ ചെയ്തില്ല എന്ന് തെളിയിക്കാനല്ല ഞാനും രഘും കൂടി ഇങ്ങോട്ട് വന്നത്. നേരെ മറിച്ച് നീ എന്തൊക്കെ ചെയ്തു എന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാ. മുന്നറിയിപ്പ് തന്നതാ ഞങ്ങള് കോവിലകത്ത് കയറി കളിക്കരുതെന്ന്. കേട്ടില്ല നീ? പകരെ ഞങ്ങളെ വെറും കഴുതകളാക്കാൻ നോക്കി നീ. അതിനെ ഇങ്ങോട്ട് തന്ന പണിയത്. ഇവിടെ നീ കുടുങ്ങി. മോഷണം, തട്ടിക്കൊണ്ടുപോകൽ, അനാശാസ്യം, വകുപ്പുകൾ പലതാ നിനക്കെതിരെ. ഇപ്പോഴിവിടെ നടക്കണതേ വെറും സാമ്പിള് പിടിക്കട്ട. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് 24 മണിക്കൂറും നീ ലോക്കപ്പിലായിരിക്കും. അവിടെ നമ്മുടെ ഈ പോലീസുകാരുടെ വക പല പല നേരം പോക്കുകളും ഉണ്ടാവും. പിന്നെ കോടതിയിൽ ഹാജരാക്കും. പിന്നെ എന്തു വേണമെന്ന് നമ്മുടെ ജഡ്ജി അദ്ദേഹം തീരുമാനിക്കും. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സാറിനോട് ചോദിക്കും. സംശയം തീരുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരാം. ദേ വെറും ഒരു 5 മിനിറ്റ്. ഓക്കേ? നിങ്ങളൊരു അല്പനേരം പുറത്തു നിൽക്കൂ. CA അദ്ദേഹം പറഞ്ഞിട്ടാ. ശരി. നീ ബുദ്ധിമതിയാണെന്ന് എനിക്കറിയാം. ബുദ്ധിയുള്ള പെൺകുട്ടികൾ പ്രായോഗികമായിട്ട് ചിന്തിക്കണം. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടി പറയുക. എൻ്റെ വിദ്യാഭാരതിയുടെ മകളെന്നൊരു സോഫ്റ്റ് കോർണർ കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. പോലീസേ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ചെയ്യും. ചെയ്താൽ 3 മുതൽ 6 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. ആർക്ക്? ഹരിപ്രസാദിന്. അവന്റെ കൂട്ടുകാര് ആ തെണ്ടിച്ചക്കന്മാരില്ലേ, അവര് കുറഞ്ഞത് 2 ആഴ്ച സബ് ജയിലിലായിരിക്കും. പിന്നെ നീ അകത്തു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനാശാസ്യം, കവർച്ച, കോലോത്ത സ്വർണ്ണല്ലേ കടത്തിയത്? ഞാൻ അവിടെ നിന്ന് ഒന്നും കടത്തിക്കൊണ്ട് വന്നിട്ടില്ല. ആരുടെ ഒരു പൈസ പോലും എടുത്തിട്ടില്ല. ഹരിയേട്ടന്റെ കൂടെ ജീവിക്കണം, അത് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനു വേണ്ടിയാ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചത്. ഇനിയെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കാതെ വെറുതെ വിട്ടൂടെ? നിങ്ങളുടെ ആരുടെയും കൺവെട്ടത്ത് പോലും വരില്ല ഞാനും ഹരിയേട്ടനും. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്റെ അമ്മയോട് ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ പോവാൻ അനുവദിക്കണം. കാലി പിടിക്കാൻ ഞാൻ. വേണ്ട വേണ്ട വേണ്ട. നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഈ സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വില പോവില്ല. അതാ എൻ്റെ ഒരു നേച്ചർ.
ഇനി കരഞ്ഞിട്ടും കാല് പിടിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. വൈകിപ്പോയി. പോലീസ് പിടികൂടുകയും ചെയ്തു. ഉദയന്നൂരിന്ന് കളവ് പോയ സ്വർണവും തൊണ്ടി ബദലായി കിട്ടി. അതുമായി നീ ഒളിച്ചോടിയതാണെന്ന് CIക്ക് വ്യക്തമാവുകയും ചെയ്തു. നിന്റെ കല്യാണ നിശ്ചയെ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ട്. എന്നിട്ട് മറ്റൊരുത്തരുമായി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ നാട് വിടുക എന്ന് പറഞ്ഞാൽ നിന്റെ ക്യാരക്ടർ എന്താടി? ഏത് കോടതിക്ക് അത് മനസ്സിലാവാത്തത്? എന്റെ ഇഷ്ടത്തോടെ എല്ലാം നിശ്ചയം നടത്തിയെന്ന് എല്ലാവർക്കും അറിയാം. അക്കാര്യം ഞാൻ കോടതിയിൽ പറയും. അതൊരു പോയിന്റാ. എന്നിട്ട് കേക്കട്ടെ. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും കോടതി മുമ്പാകെ ബോധിപ്പിക്കും. അച്ഛന്റെ പ്രായമുള്ള ഒരാളുമായിട്ടാ എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതെന്ന് തുറന്നു പറയും. ഐഡിയ കൊള്ളാം. പക്ഷേ കല്യാണത്തിന് വിരലെണ്ണാവുന്ന മാത്രം ദിവസങ്ങളുള്ളപ്പോ കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ പോയ ഒരു പെണ്ണിന്റെ വാക്കുകളെ ഒരു കോടതി മുഖവിലയ്ക്കെടുക്കില്ല. ഇങ്ങോട്ട് നോക്കണേ. തെളിവുണ്ടല്ലോ, തെളിവ്. അതാ കോടതിക്ക് വേണ്ടത്. നിശ്ചയത്തിന്റെ അന്നത്തെ ഫുൾ സീൻ പിടിച്ചതേ ഞങ്ങളുടെ മൊബൈലിലുണ്ട്. ഇലഞ്ഞിക്കൽ കോവിലകത്തെ വിദ്യാഭാരതിയുടെ മകൾ നന്ദനയും കുന്നത്തൂർ കോവിലത്തെ ഉദയവർമ്മയും തമ്മിലുള്ള വിവാഹത്തിന്റെ മുഹൂർത്തം നിശ്ചയിച്ചപ്പോ നീ എതിർത്തോ? ഇല്ലല്ലോ. ഓഡിയോ വീഡിയോ ഉണ്ട്. ദേ, രണ്ട് കണ്ണും തുറന്ന് കോടതി അതങ്ങോട്ട് കാണും. അതെല്ലാം പോട്ടെ. രജിസ്റ്റർ മാരേജിന് പോണ പെണ്ണ് അന്യ പുരുഷന്മാരുടെ കൂടെ രാത്രിയിൽ കണ്ട ഹോട്ടലിലും റിസോർട്ടിലും തങ്ങുക. അതിന്റെ ആവശ്യം എന്താ? ഇത് വല്ലതും പരസ്യമായിട്ട് പറയാൻ കൊള്ളോടി. ഒരു പ്രധാന കാര്യം കൂടിയുള്ളത് ഞാൻ പറഞ്ഞേക്കാം. ഹരിപ്രസാദ് ജയിലിലാവുന്നുള്ളത് 3.5 തര. കേസ് മുന്നോട്ട് പോകുന്നതോടെ മറ്റൊന്നുകൂടി സംഭവിക്കും. അവന്റെ ജ്വാലി അത് പോയി കിട്ടും. ഇലക്ട്രിസിറ്റി ബോർഡേ അവനെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചാ വിടും. ചുരുക്കത്തിൽ അവൻ വഴിയാധാരാവും. കേസ് രജിസ്റ്റർ ചെയ്താലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും. കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുക. അതിനൊരാൾ വിചാരിക്കണം. നീ നിശ്ചയിച്ച ഡേറ്റ്, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഉദയനുമായിട്ടുള്ള കല്യാണം നടന്നാൽ എല്ലാത്തിനും പോം വഴിയായി. ഇല ഇലയുടെ വഴിക്കും പോകും, മുള്ള് മുള്ളിന്റെ വഴിക്കും പോകും. ജയിൽവാസം വേണോ അതോ ഉദയന്റെ ഭാര്യയായി സുഖവാസം വേണോ? നിനക്ക് തീരുമാനിക്കാം.
ഇവിടെ എന്തായി കാര്യങ്ങൾ? ഇവന് പുതുതായിട്ടൊന്നും പറയാനില്ല. കേട്ടോ ഹരിപ്രസാദേ, ഞാൻ നന്ദനയ്ക്ക് ചില ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, ആ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ ചുമതലയുള്ള ഒരേ ഒരാൾ ഞാനല്ലേ. കുട്ടിക്ക് അത് മനസ്സിലായെന്നാ എനിക്ക് തോന്നുന്നത്. ആണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്നതേ ലോകത്ത് ആദ്യമായിട്ടല്ല, അതൊരു തെറ്റുമല്ല. പക്ഷേ അത് ചില വരും വരായികൾ നോക്കിയാവണം. അവിടെയാ നിങ്ങൾക്ക് തെറ്റിയത്. ചുരുക്കി തന്നെ ഞാൻ പറയാം, നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് പദ്ധതി പൊളിഞ്ഞു. ഇനി ചില ഓപ്ഷനുകളാ ഉള്ളത്. അതായത് നാളത്തെ പത്രത്തിൽ ചില വാർത്തകൾക്ക് സ്കോപ്പുണ്ട്. പെൺവാണിഭ സംഘം അറസ്റ്റിൽ. അതായത് അനാശാസ്യത്തിന് യുവതിയും യുവാക്കളും പിടിയിൽ. ന്യൂസിനൊപ്പം ഫോട്ടോയും കാണും. ഭീഷണിപ്പെടുത്തുവാണോ? പിന്നെല്ലാം സൂപ്പിക്കാൻ പറഞ്ഞാണോ? വാ തുറന്ന് കേക്ക്. സകല പത്രങ്ങളിലും വാർത്തയും ഫോട്ടോയും വരും. വിദ്യാഭാരതിക്ക് നിത്യവും പത്രവായനയുണ്ട്. ഈ ന്യൂസ് വിദ്യ കണ്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയും. ഇല്ലെങ്കിൽ എനിക്കറിയാം. ഒരു മുഴം കയറിൽ തൂങ്ങുക അവള്. അറിയോ നിങ്ങൾക്ക്? തീർന്നില്ല, ഉദയന്നൂരും പത്രം വരുത്തുന്നുണ്ട്. എഴുന്നേൽക്കാൻ വയ്യാത്ത തള്ളയെ പ്രതിഭ വാർത്ത വായിച്ച് കേൾപ്പിക്കും. ആ ഷോക്കിൽ അവരും സമാധിയാവുമെന്ന് ഉറപ്പ്. ഒറ്റ മോനുള്ള ഒരു തന്തയും തള്ളയുണ്ട്. അവരുടെ ഒരേ ഒരു പ്രതീക്ഷയാ നീ. സർക്കാർ ജോലി നഷ്ടപ്പെട്ട് നീ 6 വർഷത്തേക്ക് ജയിലാവുന്നു കേട്ടാൽ അവരാരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടില്ല. പിന്നെ എന്ത് കടുങ്കൈ ചെയ്യുമെന്ന് കണ്ടറിയണം. അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തണം, കോടതിയിൽ ഹാജരാകണമെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കും. രണ്ടുപേരും ആലോചിച്ചൊരു ഡിസിഷൻ എടുത്താൽ മതി. 10 മിനിറ്റ് സാറ് സമയം തരും.
അവന്മാരെങ്കിൽ വിളിച്ചേ. ഇങ്ങോട്ട് വാടാ. നീയൊക്കെ തന്ന അഡ്രസ് ശരി തന്നെയല്ലേ? തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഓർക്കണം. എവിടെയാണെങ്കിലും പൊക്കും നിന്നെയൊക്കെ. ഫോട്ടോ നാളെ പത്രത്തിൽ വരേണ്ടതാ. ഫോട്ടോ പത്രത്തിൽ കൊടുക്കില്ലേ സാറേ? എന്ത് വേണമെങ്കിലും ചെയ്യാം. ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. എൻ്റെ സിസ്റ്ററിന്റെ കല്യാണം അടുത്ത് വരിക. ഇത് വലുതറിഞ്ഞാൽ അത് മുടങ്ങും. അത് നേരത്തെ ഓർക്കണമായിരുന്നു. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കില്ലേ സാറേ? അതെ, അത് ഞങ്ങളോടല്ല, നിന്റെ കൂട്ടുകാരനോട് പറ ഉപദ്രവിക്കില്ലെന്ന്. അവൻ വിചാരിച്ച രക്ഷപ്പെടാം. CI സാർ പറയുന്നത് പോലെ അവൻ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മതി. എല്ലാവർക്കും കേടുപാടില്ലാതെ പോകാം. ഹരിയോട് സംസാരിക്കാം സാർ. എന്നാ ചെല്ല്, നീ മാത്രം പോയാൽ മതി. ഹരി, എല്ലാവരുടെയും ഭാവിയുടെ പ്രശ്നമല്ലേ?